ഹായ് കൂട്ടുകാരെ, അപ്പം നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പോത്തിന് അല്ല പശുവിനിതാ എന്താണ് അപ്പം മരം മാവിൻ്റെ ഇല പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മള് അത് KCB-ക്കാർ വെട്ടിയിട്ടാണ് അത്ര. അപ്പം അപ്പു അതൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് അവൾക്ക് മാവിൻ്റെ ഇല കൊടുത്തിട്ട് നമ്മൾ പാല് ഇറക്കാൻ പോകട്ടെ. കുട്ടിനെ എന്തിനാ ഇപ്പം തന്നെ കുടിപ്പിക്കുന്നത്? ഓ അങ്ങനെ ചവിട്ട് കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു സംഗമയുണ്ട്. പാല് ചവിട്ടിയാ എനിക്ക് പാല് വേണ്ടേ? കൊഞ്ചിയതാണ്. എടീ പുള്ളി ചേച്ചി വേടേ. അപ്പൊ പശുക്കുട്ടിനെ കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവളിനെ ഇത്തിരി പേടിപ്പിച്ചാൽ മാത്രം ഇവള് നേരെ നിൽക്കുള്ളൂ. അപ്പൊ അവളിനെ ഇല്ല നന്നായിട്ട് താഴ്ത്തി കെട്ടുക, വെളിയിൽ തന്നെ കെട്ടിയിട്. തൊഴുത്ത് എത്ര വൃത്തിയിലായിരിക്കണം നോക്കും. വെള്ളം ഇത്ര നേരം നമ്മൾ പുറത്താട്ടൊക്കെ കെട്ടിയിട്ടത് ഇപ്പോഴാണ് അകത്ത് കൊണ്ട് കെട്ടിയത്. നോക്ക് നല്ല സ്പീഡിലാണ് തിന്നണത്. എന്താ ചോട്ടുതാ പശുക്കുട്ടിക്കുള്ള ഇലയും കൊണ്ട് തന്നെ മിക്കുക. ഞങ്ങളൊരു ട്രിപ്പൊക്കെ കഴിഞ്ഞെത്തിയതാണ് കേട്ടാ. ഇതാ അപ്പോഴേക്കും അമ്മ പശുവിൻ്റെ സമ്മാനദാനം. ഞാൻ വളം വരാം. എന്നാ നമ്മള് വളം വാരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വരുന്നുണ്ട്. ഇവളിപ്പോൾ വീണ്ടും പഴയ പോലെ ചവിട്ടാൻ തുടങ്ങി. മുറിയുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ നേരെ നോക്കിയിട്ടില്ല കിട്ടിലൊന്നും. നമ്മുടെ കഷ്ടകാലമാണ് എപ്പോഴും. നമുക്ക് കഷ്ടകാലമാണ്. നമ്മുടെ ഓരോ കഷ്ടകാലം തീരുമ്പോഴേക്കും നമുക്ക് ഓരോ കഷ്ടകാലം വന്നുകൊണ്ടിരിക്കണം. ന്യൂ ഇയർ കഷ്ടകാലമാണത്. അതാ അപ്പോൾ അവളുടെ മുറിയുണ്ട് ചുവന്നിരിക്കുന്നുണ്ടാ. പാല് വരുന്നില്ല അല്ലേ? പാല് കുറയുകയും ചെയ്തു. അകിടിൽ നീരായ പാലുണ്ടാവില്ല. കുട്ടീനെ കുടിപ്പിക്കായിരുന്നില്ലേ? കുടിപ്പിച്ചിട്ട് കറക്ക്, ആ പാലിറക്കി തരും. ഞാൻ അഴിക്കട്ടെ. വീക്കത്തിൻ്റെ മരുന്നൊന്ന് ആരോ പറഞ്ഞു, പക്ഷെ അതിൻ്റെ ഓർമ്മയില്ല. അതിൻ്റെ പേരെന്താണെന്നൊന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഷ്ടകാലമാണ് കേട്ടോ കൂട്ടുകാരെ. കണ്ട നമുക്ക് ഒരു കഷ്ടകാലം മാറുമ്പോഴേക്കും അടുത്ത കഷ്ടകാലം വന്നു. പാല് കിട്ടാണ്ട്. അപ്പൂ കുട്ടീനെ അയക്കട്ടെ അപ്പൂ. ഒന്നുമില്ലാത്ത വീട്ടിൽ കറക്കണം അപ്പൂ. കാരണം അവളുടെ അകിടിൽ നീരില്ലേ, അപ്പം ചിലപ്പോൾ പാലിറങ്ങാത്തതുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുട്ടീനെ കുടിപ്പിച്ചിട്ട് വിടാം. മിക്കൂസ് വന്നിട്ടുണ്ട് കേട്ടോ. മാറപ്പൂ നീ അഴിച്ചു വിടാം. അഴിച്ചു വിട്ടിട്ട് അപ്പൂനെ ഒന്ന് ചവിട്ടി മറിക്കണ്ടാവണ്ട. അഴിച്ചു വിട്. അഴിക്കണ്ട കേട്ടോ. എന്താ ശിബിരിയാണ് അഴിച്ചു വിടുന്നത്. സ്വത്ത് മാറ്. പശുക്കുട്ടി വരുന്നുണ്ട്. വേണ്ട ഒരു കൊമ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചയില. കഴിഞ്ഞ അന്ന് ആളുടെ അടുത്ത് പോയി എടുത്തിട്ട് വരാം. എന്താ 15 കെട്ട് എടുത്തിട്ട് അത്ര ദിവസമായിട്ടുള്ളൂ. നോക്ക് 15 ദിവസം. ഒരു കെട്ട് ഒരു ദിവസത്തിൽ പോവും. ശിബിരി അയച്ചിട്ട് വരുന്നുണ്ട്. അമ്മൂൻ്റെ ഒരു അകിടില് റെഡ് കളറായിരിക്കുക. അതെന്താ ഇങ്ങനെ നമുക്ക് അറിയണില്ല. അവള് കുട്ടി കുടിക്കുമ്പോൾ അവൾക്ക് നല്ല പ്രശ്നമുണ്ട് കേട്ടോ. നമുക്ക് ഡോക്ടറെ വൈകാണ്ട് കാണിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയാവില്ല. കൈയോടെ തന്നെ ഡോക്ടറിനെ വിളിച്ച് പറയുക. അവൾക്ക് നല്ല പെയിൻ ഉണ്ട്. അവളത് ചവിട്ടുണ്ട്. അപ്പൂന് മാത്രമല്ല കുട്ടീനെ അവൾ ചവിട്ടുണ്ടെങ്കിൽ അവൾക്ക് അത്രയും പ്രശ്നമായിരിക്കും. അവൾ ഈ പേടിക്കുമ്പോഴാണ് വെറുതെ ചാണകം കൂടുന്നത് കേട്ടോ. മതി അപ്പൂ. കെട്ടാൻ കിട്ടില്ലല്ലോ, ഞാൻ കെട്ടിത്തരാം. നമുക്ക് അതിനെ കൊണ്ട് കെട്ടിയിടാം. ഗൈസ് നമ്മൾ ഫ്രഷ് പപ്പായയും പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കഴിക്കാൻ. മിക്കു വേണോ? എന്ത് വേണം? തരില്ല. എന്താണ് നമ്മുടെ ഇവിടുത്തെ പപ്പായ മരത്തിൽ നിന്ന് പൊട്ടിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നിൽക്ക്. ആ കത്തിയും പ്ലേറ്റും കൊടുത്തിട്ട് അതാ ഒരുത്തൻ കത്തിയും പ്ലേറ്റും കൊടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്കത് കട്ട് ചെയ്ത് കഴിക്കാം.
ആ നീ കണ്ടു ഞാൻ വാങ്ങണ്ട്. നമ്മളെ ചവിട്ടണം, കുട്ടികൾ വരെ നമ്മൾ ചവിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്തിരി സമാധാനം. സത്യം എന്താണ് അപ്പൊ ആദ്യം നാട്ടിന് കൊടുക്കണ മകന് കൊടുക്കണ പറയും. പപ്പായ വേണം എന്നത് കൊടുക്കണം. ഒന്നും ചെയ്യില്ല, കൊടുത്തോ ഒന്നും ചെയ്യില്ല. കൊടുക്ക പപ്പായ തൊലി ഇഷ്ടമാണ്. കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് ഇവിടെ ഇട്ടു കൊടുക്കും. ഇനി വെള്ളം കൊണ്ടുവന്നിട്ട് നമുക്ക് പപ്പായ മുറിക്കും. ചോട്ടോ ഈ പ്ലേറ്റ് ഒന്ന് കഴിച്ചു വേടാ. കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ കാണിക്കും. ഇതിൽ എണ്ണ എടുക്കും. ഇത് എണ്ണ ഇട്ട് കൊടുക്കരുത്. വെള്ളം നമുക്ക് കഴിക്കാം. ചെയ്ത് നോക്കൂ. എന്താ മധുരം അപ്പിനാണോ? ചൊത്ത് പപ്പായ കൊടുക്കാൻ വേണ്ടി പോയതാണ്. കഴിച്ചാ കിട്ടണില്ലടി തൊത്തുവോ? കഴിച്ചോള്. ഞങ്ങള് പപ്പായ കൊടുത്തിട്ടാണ് പാല് കറക്കണം. അപ്പൊ അലേട്ടായിരുന്നു. ആരെ കൊടുത്ത്? മിക്കുന് ഭയങ്കര ഹാപ്പിയായി. അവള് പച്ചലി ഉണ്ട് പുതിലേ. അങ്ങനെ തിന്നട്ടെ, അതുകൊണ്ടാ മിണ്ടാണ് നിൽക്കുന്നത്. അങ്ങോട്ട് ഇട്ട് കൊടുക്ക്. ഒന്നും ചെയ്യില്ല. അത് മാറിക്കോ. അമ്മൂന് നന്നായി വിശന്നു. ഇപ്പൊ മേനൊന്നും വിടണില്ലല്ലോ, അതുകൊണ്ട് അവര് കുഞ്ഞു പശുവിന് കൊടുക്കാനിട്ടാണ്. കൊടുത്തോ? ഇവർക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. മതി 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 മതി. വേണ്ട, അത് വേണ്ട. പൊടിയാണ് നേരത്തെ. പശു എന്തൊക്കെയാ തിന്നണെന്ന് വേണ്ട നിങ്ങള്? നമ്മള് കോവയ്ക്കൻ്റെ ഇലയിൽ ഉപ്പിട്ടിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അകിട് വീക്കത്തിന് തേക്കുന്ന എന്തോ ഒരു പൊടി പറഞ്ഞ അതിന്റെ പേര് ഓർമ്മയില്ലല്ലേ പൂ. അന്ന് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ വിളിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ പേര് നമുക്ക് ഓർമ്മയില്ല. ഒന്ന് കമൻറ്റ് ചെയ്യുമോ? എന്താണ് അതിൻ്റെ അകിടിൽ ചുവന്ന കളറിൽ ഒരു കാമ്പ് മാത്രം ഇങ്ങനെ റെഡ് കളറായിട്ട് ഇങ്ങനെ വീർത്തിരിക്കുക. അതാണ് അവൾ നമ്മളെ അതിൽ തൊടാൻ അനുവദിക്കാത്തത്. എന്തുകൊണ്ട് അത് വന്നത് നമുക്ക് അറിയണില്ല. നമ്മളാണെങ്കിൽ പാല് നിർത്താണ്ട് കറന്നെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെ ഈ അകിടവീക്കം വരുന്നത് നമുക്കിപ്പോൾ കൺഫ്യൂഷനായി. കാരണം നമ്മൾ കറക്കാണ്ട് വിട്ടിട്ട് അങ്ങനെയൊക്കെയാണ് ശരി. നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കറക്കുന്നുണ്ട്. ഒരു തുള്ളി പാല് പോലും നിർത്താറില്ല. എന്നിട്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ സംശയം. അപ്പം അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ കുട്ടീനെ പോലും വിടുന്നില്ല. നമുക്ക് പാലിപ്പോൾ ഇന്ന് രാവിലെ ഇന്നിപ്പോൾ ഭയങ്കര കുറവായിട്ട്. എന്നാലും നമ്മൾ ഈവനിങ് പാല് കറന്നതുമില്ല. കാരണം അവൾ നല്ല ചവിട്ടലായി. പിന്നെ നമ്മൾ അവളെ മിരട്ടിയിട്ടും തല്ലണ പോലെയൊക്കെ കാണിച്ചിടുന്ന നിൽക്കുമ്പോൾ അവൾ സൈലൻ്റായി നിന്ന് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പൂ പറയും അവൾ പ്രശ്നക്കാരിയല്ല, അവൾക്ക് ഇങ്ങനെ പെയിൻ എടുക്കണോണ്ടാണ്. ഞങ്ങൾ ഇപ്പുറത്തെ സൈഡ് കൂടെ നോക്കുമ്പോൾ അത് നല്ല റെഡ് കളറായി വീർത്തിരിക്കുക. അതിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അവളെ ഒന്നും കൂടെ കുട്ടീനെ അഴിപ്പിച്ച് അടിച്ചു കുടിപ്പിച്ചാലേ നമുക്ക് കറക്കാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ കറക്കാനും പറ്റുന്നില്ല. എന്നാൽ നമ്മൾ തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇടുക. വീഡിയോ കാണുന്നവർക്ക് അറിയാം നമ്മൾ എത്ര ക്ലീൻ ആക്കിയിട്ട് നമ്മൾ തൊഴുത്തിടുന്നതെന്ന് കേട്ടോ. നമുക്ക് ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. നമ്മൾ പാല് ഇറക്കുന്ന ഒരു കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ കഷ്ടകാലം തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും അവസാനിക്കാമെന്നൊന്നും അറിയാം. അപ്പോൾ അതാ പാലൊക്കെ കറന്നു കഴിഞ്ഞിട്ട് കുട്ടീനെ ഫുള്ളായി കുടിപ്പിക്കാൻ വിടുന്നുണ്ട് കേട്ടോ. അവളുടെ അകിടിൽ ചെറിയൊരു നീർക്കെട്ടുണ്ട്. അപ്പോൾ ഫുള്ളായി കുടിക്കാൻ വിടുന്നുണ്ട്. നമ്മൾ ഫുള്ളായി കറക്കാൻ വിടത്തുണ്ട് കേട്ടോ. പിന്നെ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.